Shibaji, ready? Thank you. സുപ്രഭാതം. ഇന്ന് വി ബെസ്റ്റ് ഡേ 1028 ദിനം. ഇന്ന് 2024 ജൂൺ മാസം 9 നമ്മളുടെ പുതിയ ബാച്ചിന്റെ 9ാമത്തെ ദിനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെൽത്ത് പ്ലസ് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ആ മെത്തേഡാണ്. കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ധനം ഉപയോഗിക്കുമ്പോഴാണ് ധർമ്മം നിവർത്തിക്കപ്പെടുന്നത്. അല്ലാതെ സമ്പത്ത് അത്രയും പ്രയോജനമില്ലാതെ സ്വരുക്കൂട്ടി വയ്ക്കുമ്പോഴല്ല. പലരുടെയും ഇന്നത്തെ അവസ്ഥ സങ്കടകരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മളുടെ കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ധനം ഉപയോഗിക്കുമ്പോഴാണ് ധർമ്മം നിവർത്തിക്കപ്പെടുന്നത്. അല്ലാതെ പണം അത്രയും സ്വരുക്കൂട്ടി വെക്കുമ്പോൾ അല്ലെ ഒട്ടും പ്രയോജനപ്പെടുത്താതെ സ്വരുക്കൂട്ടി വെക്കുമ്പോഴല്ല എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് ഇന്നത്തെ ഡേ ആരംഭിക്കാം. ഇന്നും നമ്മൾ ഒരു ഡിസ്കഷന് പോകുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന ദിനാണ്. അതുകൊണ്ട് തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. മൊത്തം 4 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പുതിയ ബാച്ച് ആയിട്ട് അടുത്ത് കുറച്ചും കൂടി സംസാരിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള ദിവസത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. ഓട്ട് യു സജീഷ് നെന്മാറ സർ. താങ്ക് യു സർ, താങ്ക് യു. അതിന് ഞാൻ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. ഇന്ന് നമ്മുടെ വെൽത്ത് മാസ്റ്ററി ക്ലാസ് നോക്കുകയാണെങ്കിൽ 222 ദിവസമാണ്. 3-2 രാവിലെ നോക്കിയപ്പോൾ 1028 ദിവസം എന്ന് പറയുന്നത് 222 ദിവസം കൂടിയാണ്. എപ്പോഴും കുട്ടിക്കാലത്ത് നടന്നു പോവുകയായിരുന്നു. അപ്പൊ പോകുന്ന സമയത്ത് ഒരു ആൽമരത്തിന്റെ ചുവട്ടില് ഒരുപാട് ആളുകളെ കൂടി നിൽക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു കൈനോട്ടക്കാരനെ നിന്ന് കൈരേഖ നോക്കി ഭാവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂതം, ഭാവി, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എപ്പോഴും ഒരു ആകാംക്ഷ തോന്നി. കുറച്ചു നേരം കാത്തിരുന്ന് തിരക്കൊഴിഞ്ഞപ്പോ തന്റെ കൈനീട്ടി ചോദിച്ചു, ഞാൻ ചക്രവർത്തിയാകുമോ എന്ന് കൈരേഖ കാണിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കയ്യിൽ ചക്രവർത്തിയാവാനുള്ള യാതൊരു രേഖയും കാണാനില്ല. എപ്പോഴും വിട്ടില്ല. തൊട്ടടുത്തിരുന്ന ഒരു ചെറിയ കത്തി ഉണ്ടായിരുന്നു. അതെടുത്ത് കയ്യിലൊരു വര വരച്ചിട്ട് വീണ്ടും കൈ കാണിച്ച് ചോദിച്ചു, ഇപ്പോഴോ? അപ്പ കൈനോട്ടക്കാരൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നീ ചക്രവർത്തിയാവുന്നത് തടയാൻ കഴിയില്ല. കാരണം ഈ വര വരച്ചത് നീയാണ്. കയ്യിലെ രേഖയോ മറ്റു കാര്യമോ നോക്കിയല്ല, തലയിലെ രേഖയൊക്കെ നമ്മൾ പറയും വിധിയാണ് വിധിയാണ് എന്നുള്ളത്. അത് നോക്കിയല്ല നമ്മുടെ ജീവിതം. നമ്മളാണത് വരയ്ക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം വരയ്ക്കേണ്ടതെന്ന് നമ്മളാണ് വരയ്ക്കുന്നത്. സ്വയം നമ്മൾ വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം നീങ്ങുക. കൈരേഖയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാം കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആയി പബ്ലിക് സ്പീക്കറായുള്ള നിക്കി വിജയനിക്, അദ്ദേഹത്തിന് കൈകളേ ഇല്ല. അപ്പൊ എങ്ങനെയാണ് തലവര നിശ്ചയിച്ചിട്ടുണ്ടാവുക? അപ്പൊ അതുപോലെ നമ്മുടെ രേഖ വരയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനുള്ള യജ്ഞത്തിലാണ് ഇവിടെ പുലർകാലത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും രേഖകൾ നമ്മൾ മുൻപ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വരയ്ക്കാനും നമ്മുടെ ജീവിതം നിശ്ചയിക്കാനും ഓരോ പുലർകാലത്തും ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു. കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇവിടെ പരസ്പരം സഹായിക്കുന്നു. അതാണ് ബീബസിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതം നമ്മൾ വരയ്ക്കുന്ന പോലെ ആകാൻ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ
ദിനം തുടങ്ങാം. ഇന്ന് പ്രാർത്ഥന ഇന്ദു ടീച്ചറാണ്. വളരെ നേരത്തെ എത്തി പ്രാർത്ഥനയ്ക്ക് തയ്യാറാണ്. ഇന്ദു ടീച്ചർ. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ജീവിത ചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. ജീവിത ചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. സർവേ വിരിയും പൂജാ കുസുമം താവക പാദേ തവ ദിനവും. ജീവിത ചക്ര വിധായക നായക സർവചരാചര ദേവ നമസ്തേ. താരകസൂന വിമോഹനഹാരേ സുരത ചന്ദ്ര വിദർശിത കേശം. താരകസൂന വിമോഹനഹാരേ സുരത ചന്ദ്ര വിമർശിത കേശം. നദിയിൽ വനിയിൽ വിരിയും കതിരിൽ കുടികൊള്ളൂ നിൻ പുഞ്ചിരിയെന്നും. നദിയിൽ വനിയിൽ വിരിയും കതിരിൽ കുടികൊള്ളൂ നിൻ പുഞ്ചിരിയെന്നും. ജീവിത ചക്ര വിധായക നായക സർവചരാചര ദേവ നമസ്തേ. താങ്ക് യു സർ. താങ്ക് യു ഇന്ദു ടീച്ചർ. വീൽ ഓഫ് ലൈഫ് അതാണ് ടീച്ചർ പാടിയത് തോന്നുന്നു. ജീവിത ചക്രം. എന്തായാലും മനോഹരമായ പ്രാർത്ഥന. ഇന്ന് സ്വാഗതം ഗീതാ പങ്കജ് ടീച്ചർ. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ദിനംതോറും പുതിയ പുതിയ അറിവുകൾ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നമുക്ക് നേടാം, ഗോൾസ്. ജീവിതത്തിലെ എല്ലാവർക്കും ഓരോ ഗോൾ ഉണ്ടായിരിക്കണം, അല്ലാതെ നമ്മുടെ ജീവിതം ഒന്നുമല്ല എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ ഗുരുനാഥൻ ബൈജു പാം സാറിനെ ഞാൻ ആദ്യമായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈജു സാറിന് കട്ട സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്ന ഡിൻസി മാമിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാൻ. നമ്മുടെ യോഗാചാര്യൻ ജോയ് ജോൺ സാർ എല്ലാ ദിവസവും 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായി നമ്മുടെ ആരോഗ്യം കാത്ത് വി ബെസ്റ്റ് മെമ്പേഴ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി യോഗ പഠിപ്പിച്ചു തരുന്ന ജോയ് ജോൺ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, നമുക്ക് എന്നും ഒരു കൊച്ചു വാചകങ്ങളിലൂടെ വലിയ അറിവുകൾ നേടിത്തരുന്ന നമ്മുടെ സജീഷ് സാർ, ഐസക് അബ്രഹാം സാർ, എല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് പഴയ നമ്മുടെ വി ബെസ്റ്റ് കുടുംബാംഗങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും, പിന്നെ നമുക്ക് പുതുതായി എത്തിയിരിക്കുന്ന അതിഥികൾ, നമ്മുടെ അതിഥികൾ തന്നെയാണ്, അവരെ നമുക്ക് സസ്നേഹം സ്വാഗതം ചെയ്യാം. പുതുതായി വന്നവര് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഇത് എന്ത് തന്നെയായാലും വളരെ നമുക്ക് 100% നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങളുടെ ഈ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അടിമുടി മാറുന്നുള്ളത് ഞാൻ 100% ഇവിടെ ഉറപ്പ് തരികയാണ്. നമുക്ക് നല്ലൊരു
ലോകത്ത് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പുതിയ എല്ലാ മെമ്പേഴ്സിനെയും സസ്നേഹം സ്വാഗതം ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഗീത ടീച്ചർ. ലക്ഷ്യമല്ല മാറേണ്ടത് മാർഗമാണ്. ആ മാർഗമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ലക്ഷ്യം എന്തൊക്കെയാണെന്ന് എഴുതാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരേണ്ട മാർഗങ്ങളാണ് ഇനി പോവേണ്ടത്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓട്ട് ബൈജു സർ. Thank you, Sajeesh Chanwala sir. Thank you so much. Beautiful song, prayer song. Indu teacher, thank you. Gita Pankaj teacher, നന്ദി. Yes, ജയകുമാർജി, ഞാൻ നോക്കായിരുന്നു ജയകുമാർജിനെ കണ്ടില്ലല്ലോ. കൃത്യമായിട്ട് സമയത്ത് തന്നെ എത്തി. താങ്ക് യു. ഹാപ്പി മോർണിംഗ്. താങ്ക് യു. വ്യാസൻ സാർ, സൗണ്ട് കേട്ടില്ല. താങ്ക് യു. ഹൈ. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ്. ഗൗസ് റെഡി? ഗൗസേ, യാത്ര വണ്ടിയിലാണല്ലേ? സോറി. യെസ്. ഗീത ലക്ഷ്മി മാം സാറേ. ഓക്കെ ക്യാപ്റ്റൻ. അവിടെ ഉണ്ട്. ഓക്കെ. താങ്ക് യു. ലോഗിൻ ചെയ്തില്ലേ ജിതിന്? ഓക്കെ, ജിതിന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. മധുജി എന്തോ? സോമൻജി. അതെ. സോമൻജി നോക്കുമായിരുന്നു, എല്ലാരും ചോദിക്കായിരുന്നു. താങ്ക് യു. ഇനി ഓക്കെ, ശരി. ഒരാൾ കൂടി വരാൻ സാറേ, അവരൊന്ന് കോൾ ചെയ്ത്. ജയറാണി മാമിന്റെ നമ്പർ കിട്ടിയോ സാറിന്? ജയറാണി. ഓക്കെ, നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ശരി, നിന്റെ ഉണ്ട്. താങ്ക് യു. റൈറ്റ്. താങ്ക് യു. ഞാൻ ഇന്ന് പിയർ ഗ്രൂപ്പിന്റെ നമ്പർ എല്ലാവർക്കും തരാം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അതായത് ഗ്രൂപ്പ് ലീഡേഴ്സ്, ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളെ ഒന്ന് രാവിലെ ഒരു റിമൈൻഡ് കോൾ. ഇന്ന് വിഷൻ ബോർഡ് 16th ബാച്ച് ഓൺലൈൻ ബാച്ചിന്റെ 9ാം ദിനമാണ്. 9ാം ദിനത്തിൽ പ്രത്യേകമായിട്ടൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണം. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു, ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് പോകാമെന്ന് കരുതിയതാണ്. ഒരു ചെടി എല്ലാവരും നടണം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇത് 9ാം ദിനത്തിലെ ആക്ടിവിറ്റി ആയിട്ട് എല്ലാവരും കരുതുക. നമ്മുടെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെടി നമ്മള് നടണം. അതിന്റെ ഫോട്ടോസ് രാവിലെ തൊട്ട് ഇടണം. അത് പഴയ ആളുകൾ മാറ്റി വെച്ചോളൂ. ആ ചെടി കുറച്ച് പുറത്തേക്ക് കൊണ്ട് നടും. ആദ്യം നട്ട് 1 വർഷം ആയവരൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ വളർന്ന് ശ്രീപ്രിയാജിയുടെ ഒക്കെ വളർന്ന് മുട്ടാറായി അല്ലെ ശ്രീപ്രിയാജി? ഓക്കെ. സജിത മാം എന്തോരം വളർന്നു? സജിതാജി ലീഡർ എവിടെ? കേക്കട്ടെ. ആ ചെടി നട്ടത് പുറത്തു കൊണ്ട് നട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടോ? എന്താ ചെയ്തേ? നമ്മൾ ആദ്യം നട്ട ചെടി ഇൻഡോർ പ്ലാന്റ് അത് ഉള്ളിൽ തന്നെ ഉണ്ട് സർ. ഉള്ളിൽ തന്നെയുണ്ട്. എന്തോരം വലുതായി ഒന്ന് കേക്കട്ടെ. വലുതായിട്ടുണ്ട്. അതനുസരിച്ച് സന്തോഷം കൂടിയോ കുറഞ്ഞോ? കൂടി. ഇന്നലെ എന്നെ വിളിച്ചേച്ചും കുറെ സന്തോഷമൊക്കെ പറഞ്ഞു. അവിടെ ഓഫീസിലെ കാര്യങ്ങൾ നല്ല തിരക്കാണ് സാർ, ഒരു രക്ഷയില്ല, കാശ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണു, ഇത് എവിടെ കൊണ്ട് വെക്കുമെന്ന് അറിയില്ല. വർക്കുകളാണെങ്കിൽ പഴയ പോയ വർക്കുകൾ എല്ലാം തിരിച്ചു വരണു. അങ്ങനെയല്ലേ? എല്ലാരും കേക്കട്ടെ ഒന്ന്. ആ ചെടി വളരുന്നതനുസരിച്ച് എന്തൊക്കെ വളർന്നു എന്ന് കേൾക്കാനാണ്. പറയൂ സന്തോഷ്. സജിതാജി ലീഡറാണ് കേട്ടോ, എല്ലാരും പരിചയപ്പെടേണ്ട ആളാണ്. ശരി, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ആ ചെടി വളർന്നതോടൊപ്പം നമ്മുടെ ജീവിതവും വളർന്നോ? സർ, നല്ല മാറ്റം വന്നു. ഞാൻ ശരിക്കും പറഞ്ഞ വിബസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജോലിക്ക് പോണ്ടെന്നുള്ള ഒരു തീരുമാനം വരെ ഉണ്ടായി. എനിക്ക് അത്രക്കൊരു മടുത്തൊരു സമയം ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഈ വിബസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നല്ല ആസ്വദിച്ചിട്ടാണ് ഞാൻ ജോലി തന്നെ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. പക്ഷെ എനിക്കൊരു നല്ലൊരു സാഹചര്യങ്ങൾ കൊണ്ടല്ലേ? ആ സാഹചര്യം കൊണ്ട്. സാഹചര്യമൊക്കെ എങ്ങനെ മാറിപ്പോയി എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ല. എല്ലാം മാറിപ്പോയി അല്ലേ? നമുക്ക് തടസ്സം നിന്നെല്ലാം നമുക്ക് മാറിപ്പോയിട്ട് നമുക്ക്
അനുകൂലമായ വ്യക്തികൾ വന്നു, ശരിയല്ലേ? അതെ സർ, അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം വരും. ധനം പറഞ്ഞില്ല. ഇന്നത്തെ ധനം പ്രധാന ഉണ്ട്, വിഷയം. ധനം ആ വിഷയം ധനം പറഞ്ഞാലേ എനിക്ക് ആവശ്യം. മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രാവിലെ തൊട്ട് ആരും എക്സ്ക്യൂസസ് ഇല്ല. എന്നെ വീണ്ടും വിളിപ്പിക്കരുത് ദയവേത്. നിങ്ങൾ എല്ലാരെയും വിളിച്ചിട്ടാണ്, എല്ലാരും അല്ല, കുറച്ചുപേരൊക്കെ അല്ലാതെ തന്നെ ഇട്ടു. ഷോൺ സാറ് തിരക്കായതുകൊണ്ടാണ്. ഇതേപോലെ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കാം. ഈ വെള്ളം എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, താഴെ നടണ്ട എന്ന് പറഞ്ഞാൽ കാരണം അതിന്റെ വേര് കണ്ടോ? ഇത് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വേര് കണ്ടോ? ഇതിന്റെ അകത്ത് കാണാൻ പറ്റും നമുക്ക്. ആ വേരിന്റെ ആ റൂട്ട്സ് എല്ലാം ഇങ്ങനെ കാണാൻ കഴിയും. ഇത് ചൈനീസ് ബാമ്പു ആണ്. ഏതെങ്കിലും ഇതേപോലെ ഒരെണ്ണം എടുത്ത് വെള്ളം നിറച്ച് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. എന്നിട്ട് നമ്മൾ ഇന്ന് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതും വേണം. ഇതിന്റെ ഓരോ ലീഫ് വരുന്നത്, പുതിയ ലീഫ് എങ്ങനെ ഫോം ചെയ്യണം, എന്താണ് അതിന്റെ പുതിയ സ്റ്റാർട്ട്, നമ്മളുടെ അടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇത് എന്റെ ടേബിളിന്റെ അടുത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. ഇത് വെറുതെ വെച്ചാൽ ഇത് ആടും ചില സമയത്ത്. കാറ്റില്ലെങ്കിലും വെറുതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് എന്തോ ഇതിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് തൊടുമ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഇതിന്റെ പുറകിൽ ഒരെണ്ണമുണ്ട്, അത് സൈഡിലുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഓരോ ബാച്ചിന്റെയും ഇങ്ങനെ മാറിയിരിക്കണം. അപ്പൊ എല്ലാരും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. റെഡിയല്ലേ എല്ലാരും? ഹലോ, ഇന്ന് തന്നെ ചെയ്യില്ലേ? യെസ്, കമ്മിറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോകാം. ഇന്നത്തെ ഡേയിലെ പ്രധാന കാരണം വെൽത്ത് മാസ്റ്ററി പ്ലസ് വിഷൻ ബോർഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വോയിസ് ഇട്ടപ്പോഴും ഒക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നു, പലരുടെയും ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവർക്ക് വെൽത്ത് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതിനാവശ്യമായ വെൽത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞ ബാച്ച് തൊട്ട് നമ്മൾ ചെയ്യുന്നത് വെൽത്ത് മാസ്റ്ററി പ്ലസ് വിഷൻ ബോർഡ്. അപ്പൊ നിങ്ങൾക്ക് 21 ദിവസം കഴിഞ്ഞാലും പ്ലാറ്റ്ഫോമിൽ തുടരാം. ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയാൻ. അതിന് എക്സ്ട്രാ 5 പൈസ ഫീസ് വേണ്ട. ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആരെങ്കിലുമൊക്കെ ഫീസ് ഇടാനുണ്ടെങ്കിൽ ഇട്ടോളൂ. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഇടേണ്ട സമയമൊക്കെ ആയി. 21 ദിവസത്തിനുള്ളിൽ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ ചെറിയ എമൗണ്ട് ആയിട്ട് ഇട്ടാലും മതി. 1000 രൂപ, 2000 രൂപ, അത് എത്രയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് ഇട്ടുകൊണ്ടോളൂ. ഇന്നും കുറച്ച് കാശൊക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ വെൽത്ത് മാസ്റ്ററി പ്ലസ് വിഷൻ ബോർഡ്. ജെയിനിയുടെ ജെയിനി, ഹലോ, ഡ്യൂട്ടി പോയോ? ജെയിനി ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കോൾ ചെയ്തേക്കാം. ശരി, താങ്ക് യു. അപ്പൊ വെൽത്ത് മാസ്റ്ററി പ്ലസ് വിഷൻ ബോർഡ്. പലരുടെയും ആഗ്രഹങ്ങൾ വിഷൻ ബോർഡിൽ മാത്രം ഒതുങ്ങുന്നതിന് കാരണം ഈ വെൽത്ത് നമുക്ക് കണ്ടുകൊണ്ട് ഗോൾസിന് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതായത് സ്മാർട്ട് അല്ല എന്നർത്ഥം. സ്മാർട്ട് അല്ലാത്തതിന് കാരണം അതിന് പ്രാധാന്യം കൊടുക്കാത്ത കൊണ്ട്. സ്മാർട്ടിന്റെ സ്പെല്ലിംഗ് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. സ്പെസിഫിക്, എസ് സ്പെസിഫിക് ആയിരിക്കണം. എം മെഷറബിൾ ആയിരിക്കണം, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റണം. എ അറ്റൈനബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അച്ചീവബിൾ ആയിരിക്കണം. ആർ റിയലിസ്റ്റിക് ആയിരിക്കണം. ടി ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം വരണമെങ്കിൽ വെൽത്ത് അതിനകത്തൊരു പ്രധാന ഘടകം. നമുക്ക് എങ്ങനെയാണ് ഈ സമ്പത്ത് വരിക? പണം സമ്പാദിക്കാനുള്ള ഏറ്റവും ബുദ്ധിപൂർവമായ മാർഗം പണത്തെ തേടി നമ്മൾ പോകരുത്. ഇപ്പൊ സജിതാജി പറഞ്ഞതാണ് കാര്യം. സജിതാജി പണത്തെ തേടി അല്ല പോയത്. പണം ഇപ്പൊ നമ്മളെ തേടിയെത്തുന്നു. എന്നോട് ഇന്നലെ പറഞ്ഞത്, നേരിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ വർക്ക് കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളിലേക്ക് തിരികെ വന്നു. അല്ലെങ്കിൽ അതിപ്പോ കണ്ടിന്യൂസ് ആണ്. അത് വലിയൊരു ഹോസ്പിറ്റൽ, അതുപോലെ വലിയ വലിയ സ്ഥാപനം എല്ലാം ഇപ്പൊ നമുക്ക് വരുന്നു. ഇപ്പൊ അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുറത്തു കൊടുത്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്താ അവിടെ വന്നേ? പണം നമ്മളെ തേടിയെത്തി. അതിനായി സജിതാജി ചെയ്തത് എന്താ? ഏറ്റവും മികച്ച കഴിവ് കണ്ടെത്തി. ആ കഴിവ് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുക. സിമ്പിൾ. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും ബുദ്ധിപൂർവമായ മാർഗം പണത്തെ തേടി നമ്മൾ പോകരുത്. പ്ലീസ്, പണം നമ്മളെ തേടിയെത്തണം. അതിനായി
നമ്മുടെ ഏറ്റവും മികച്ച കഴിവ് കണ്ടെത്തി ആ കഴിവ് സമൂഹ നന്മയ്ക്ക് വിനിയോഗിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം. അതല്ല എങ്കിൽ ആ മികച്ച കഴിവുണ്ടായിട്ടും നമുക്ക് ഉയരാൻ കഴിയില്ല. നമ്മുടെ കരിയർ സെലക്ട് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പൊ ഗൈഡ് എന്ന് പറയുന്ന സ്ഥാപനം കണ്ണൂര്, കാസർഗോഡ് അവിടെ തൊട്ട് വടക്ക് നിന്ന് വീശുന്ന ആ സുന്ദരമായ കാറ്റ് അങ്ങ് തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനെ പോണം. സന്തോഷ് കൗൾ സാർ റെഡി അല്ലേ? ആ കാറ്റിനെ മാറ്റണമെങ്കിൽ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം. ക്യാപ്റ്റൻ എന്ന് പറയുന്ന നമ്മുടെ ആർക്കെ എന്താണോ ആർക്കെയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒന്നിച്ചായിരിക്കുന്ന ടീമിന്റെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സന്തോഷ് കോവിലിന്റെയും ഒക്കെ മികച്ച കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് സമൂഹ നന്മയ്ക്ക് ഉപകാരമായി വരും. അങ്ങനെ അതിലൂടെയാണ് വി ബെസ്റ്റും ഉണ്ടാവും. അതുപോലെ ഓരോ ഘട്ടങ്ങൾ. അടുത്തതായി കോഴിക്കോട്, മലപ്പുറം വന്നാൽ അത് കുറച്ചുകൂടി സ്പ്രെഡാണ്. അത് ഗീതാ പങ്കജ് ടീച്ചറോ റാബിനാജിയോ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട്, പ്രീതി ടീച്ചറോ ബീന റാണി ടീച്ചറോ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സമൂഹ നന്മയ്ക്കായിട്ടൊരു മാറ്റം കൊണ്ടുവരും. അത്രയധികം പ്രശ്നമാണുള്ളത്. അപ്പൊ നമുക്ക് വെൽത്ത് വരും. അതാണ് നമ്മൾ പണത്തെ തേടി പോകരുത്, പണം നമ്മളെ തേടിയെത്തണം. അതിന് നമ്മുടെ മികച്ച കഴിവുകൾ കണ്ടെത്തി ആ കഴിവ് സമൂഹ നന്മയ്ക്ക് വിനിയോഗിക്കുക. യെസ്, താങ്ക് യു. അങ്ങനെ സമൂഹ നന്മയ്ക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോകാം. ബക്കറ്റ് ലിസ്റ്റ് എന്നാണ് അതിന് പറയാ. മരിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കേണ്ട ലക്ഷ്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്? മിനിമം 50 ഉണ്ടാവണം. അതിൽ കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല. അപ്പൊ ചോദിക്കും, വിഷൻ ബോർഡിലേക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഇത്രയും കാര്യങ്ങൾ ഒട്ടിച്ചു വെക്കാൻ? അതൊക്കെ നമ്മൾ ശരിയാക്കി തരാം. അപ്പോ നെക്സ്റ്റ്, ബക്കറ്റ് ലിസ്റ്റ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കേണ്ട ലക്ഷ്യം. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഈ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഗീത മാം, സുബാബു സാറിന്റെ ഗീത മാം, എന്തൊക്കെ ചെയ്യണം? കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ടില്ലേ കുറച്ച് യാത്രയൊക്കെ പോകണമെന്നൊന്ന് പറഞ്ഞേ, കണക്ക് പറഞ്ഞേ. ഇപ്പൊ സുബാബു സാർ കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. എന്തൊക്കെയാണ് മരിക്കണതിന് മുമ്പ് എനിക്കൊന്നും അവിടെ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. സുബാബു, സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് സാറേ. ഉണ്ട്. ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ലിസ്റ്റ് എഴുതുമോ? ഇന്ന് എഴുതാമോ? ബുക്ക് എടുത്തോ? ബുക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം. ഗൗസ്, ഇന്നലെ നോക്കിയോ? വീഡിയോ കാണാൻ പറ്റിയോ? അഫിലിയേറ്റഡ് അതിലേക്ക് അങ്ങോട്ട് പോയി ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല. ഓക്കെ. ഇന്ന് ഇരിക്കണം അല്ലെ? ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? ശരി, ഓക്കെ. എലീസ, എങ്ങനെയുണ്ട് അത് പഠിച്ചിട്ട്? എലീസ യാത്രയിലാണ്. ഓക്കെ, ശരി. അത് പഠിച്ചിട്ട് എങ്ങനെയുണ്ട് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്? ഓക്കെ, പറഞ്ഞു. അഞ്ജു, സെറ്റ്. എലീസ, ഓക്കെ, ഓഡിബിൾ അല്ല, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമ്മള് ഇന്ന് പോകുന്നു ബക്കറ്റ് ലിസ്റ്റ്. ബക്കറ്റ് ലിസ്റ്റ് എന്തിനു വേണ്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അതിനൂടെ ആൻസർ കണ്ടാൽ എളുപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ഈ വിഷൻ ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനെ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപം കൂടുതൽ കാലം മനസ്സിൽ സൂക്ഷിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അതായി തീരുമെന്നുള്ളത് മനഃശാസ്ത്രത്തിലെ ഒരു നിയമമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ വിശ്വസിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്ത ആ രൂപമാണ് സൂക്ഷിക്കേണ്ടത്. ആ ഇമേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താക്കണം? എഴുതി ഉണ്ടാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും. എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ.
വീൽ ഓഫ് ലൈഫിലെ 8 കാര്യം എന്തൊക്കെയാ? ഒന്ന് പുതിയ രമ ടീച്ചറെ ഒന്നെന്താ ടീച്ചറെ? ഒന്ന് കരിയർ, നമ്മുടെ ജോലി. മൈക്ക് മ്യൂട്ടാണ്, മൈക്ക്. കരിയർ. രണ്ടെന്തായിരിക്കും? അടുത്ത ആള് ഹെൽത്ത്. അലൻ, എന്താണ് രണ്ട്? ഹെൽത്ത്. അതിനുവേണ്ടി ഇപ്പൊ എന്ത് ചെയ്യും? രാവിലെ സൈക്ലിങ്ങിന് പോകണ്ട അലൻ? വൈകുന്നേരം പോകും. വൈകുന്നേരം പോവും. ശരി, താങ്ക് യു. അപ്പൊ ഹെൽത്ത്. 3 ജി കെ. ഓക്കെ. റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ്. 4 വെൽത്ത്. 5 മാനസികമായി സന്തോഷം. അതാണ് ഇപ്പോ ഗീത മാം പറഞ്ഞത്. സുബാബു സാറിന്റെ ഒപ്പം ഇരിക്കുന്ന ഗീത മാം പറഞ്ഞതാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, മനസ്സിന് സന്തോഷം തരുന്ന, ചെറുപ്പത്തിലെ തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ മാനസികമായി സന്തോഷം തരുന്ന ലക്ഷ്യങ്ങൾ. അടുത്തത് ഇന്റലക്ച്വൽ, പുതുതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. മറ്റത് സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഫൈനലി സ്പിരിച്വൽ. ഈ 8 സെഗ്മെന്റ്സിലും മനസ്സിൽ വെച്ച് കൊണ്ടുവേണം എഴുതിണ്ടാക്കാൻ. റെഡി? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഒന്ന് ചർച്ച ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലേക്ക് പോകുന്നത്. 1, 2, 3 ഗ്രൂപ്പുകൾ പോയിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന വിഷൻ ബോർഡ് എന്ന് പറയുന്നത് സൂപ്പർബായിരിക്കും. ഒരു മിസ്സിങ് ഉണ്ടാവില്ല, അനാവശ്യമായിട്ട് ഒരു ഇമേജ് പോലും ഉണ്ടാവില്ല. ഞാൻ വലിച്ചു കയറി കളയും. അവിടെ വന്നിട്ട് ഇത് എന്തിനാ ഉണ്ടാക്കി? ഇത് നല്ല കളറല്ലേ സർ, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചത്. അങ്ങനെ കളറിന് വേണ്ടിയിട്ട് ഇമേജ് ഉണ്ടാക്കി വെക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫുള്ളാകണമെന്നൊന്നും ഈ പ്രാവശ്യം നിർബന്ധമില്ല. ഹലോ, എല്ലാവരും കേട്ടോ? ഫുള്ളായിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. നമുക്ക് ഈ പറയുന്ന 8 കാര്യങ്ങളിൽ സന്തോഷം തരുന്ന ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഇമേജുകൾ മാത്രം മതി. അപ്പൊ അത് എല്ലാവരും പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. പ്ലസ് അഫർമേഷൻ. ഒന്ന് എഴുതിയെടുത്ത എല്ലാവരും ഇന്ന് തൊട്ട് നമുക്ക് അഫർമേഷൻ എടുക്കണം. അതാണ് സജിതാജി ഇന്ന് പഠിപ്പിച്ചു തന്നത്. എന്താ? എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ് എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും എഴുതി വെക്കും. എനിക്ക് അനുകൂലം. അതാണ് അനുകൂലമായ. സജിതാജി തന്നെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാ വെച്ചാൽ ജോലിക്കേ പോകണ്ട. അപ്പൊ സന്തോഷ് കൗൾ സാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ആള് പറഞ്ഞു, നീ പോകണ്ട, എനിക്ക് അത്രയും സന്തോഷം, എനിക്ക് കൈ കൊണ്ടുവരുന്ന കാശൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അവിടെ ആരാ മാറിയത്? സജിതാജി, അവിടെ മാറിയത് ആളെ കൊണ്ടേ മാറ്റിയതാണോ അല്ലെങ്കിൽ നമ്മളാണോ മാറിയത്? ആരാ മാറിയത്? സജിതാജി പറ. നമ്മള് മാറി. പ്ലസ് എന്ത് പറ്റി? നമ്മൾ മാറിയപ്പോ അനുകൂലമായ വ്യക്തികൾ അവരും മാറി, അല്ലെങ്കിൽ അവരെ വിട്ടുപോയി. ഡിസസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് റീപ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഇപ്പൊ പലർക്കും സംശയമുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് മിക്കവരോടും സംസാരിച്ചു, എങ്കിലും ചിലർക്ക് സംശയമുണ്ട്, ഇതെങ്ങനെ വർക്കാവുന്നത് എത്രയാണ്? റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന 11 ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ടൂൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷൻ ബോർഡ്. ബാക്കി പിന്നെ റീപ്രോഗ്രാമിംഗ്, മനസ്സിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സന്തോഷ് കൗൾ സാർ എന്തോ കാര്യം പറയാനുണ്ട്, പറയൂ സാർ. സാറേ, എനിക്ക് തോന്നുന്നു ഈ സജിതന്റെ കാര്യത്തില് ഈ അവിടുത്തെ നെഗറ്റീവ് ആയിട്ടൊരു മനുഷ്യണ്ടായിരുന്നു ആ ഓഫീസിൽ. എന്റെ അടുത്തൊരു സുഹൃത്തല്ല, എന്നാലും എനിക്ക് പണ്ടേ കണ്ടുപറ്റിയൊരു മുഖമായിരുന്നു. അയാളൊരു സാമൂഹിക പ്രവർത്തകനാണ്. പക്ഷെ ആര് പോയാൽ ഇയാള് നെഗറ്റീവ് അങ്ങനത്തെ മനുഷ്യൻ. ആ സമയം ഞാനൊരു 15 വർഷം മുമ്പേ സൈദോട് പറഞ്ഞു, ഇയാൾ എടുത്ത് കളഞ്ഞാലേ നിങ്ങളെ കമ്പനി. അയാള് പ്രാവശ്യം ഇങ്ങനെ പോയി വന്നു. ഇപ്പൊ അടുത്ത 2 വർഷം മുമ്പ് അയാൾ അവിടെ നിന്ന് പോയി. ഇപ്പൊ ഇവരെ കമ്പനി നല്ല വർക്കാണ്. അയാളുടെ വർത്താനം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട വർക്കുകൾ തിരിച്ചു കിട്ടുന്നു. ശരിയല്ലേ? അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞേ സജാജി? അതെ. അപ്പൊ ഈ ആളുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയെങ്കിൽ എന്ത് സംഭവിച്ചാലും സാറേ? എന്താ സംഭവം എന്ന് പുതിയ ആളുകൾക്ക് അറിയാമോ? മാം ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള പ്രിന്റിംഗ് പ്രസ്സിലെ മാനേജറാണ്. അവിടുത്തെ ഓൾ ഇൻ ഓളാണ്. അപ്പൊ അവിടെ കുറച്ച് അധികം പേരുണ്ട്. മാം അവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ സ്ഥാപനമാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ സ്ഥാപനമാണെങ്കിൽ അവരെ പിരിച്ചുവിടാം. മറ്റൊരു ഗവൺമെന്റ് ഇപ്പൊ സജീവ് സാർ വിചാരിക്കുകയാണ് അവിടുത്തെ ഒരാള് ശരിയല്ല, അല്ലെങ്കിൽ ഇവിടെ മാം സഫിയ മാം വിളിക്കണം. സഫിക്ക് ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട്? സഫിയ മാം
അങ്ങനെ എണ്ണാൻ പോയ എന്റെ പൊന്നു സാറേ. സഫിയാജി എവിടെ? സഫിയ മാം. സാർ ഇഷ്ടമില്ലാത്തവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ സൂപ്പർ. അതാണ് കാര്യം. പക്ഷെ അവരെ മാറ്റണോ? അവർക്ക് നമുക്ക് അനുകൂലമാക്കി മാറ്റണോ? മാറ്റണമെങ്കിൽ ഈ അഫർമേഷൻ എടുത്തോളൂ. എനിക്ക് അനുകൂലമായ വ്യക്തികൾ. സൂപ്പർ സജിതാജി, കണ്ടോ ഇന്നത്തെ റോൾ മോഡൽ. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ആരാന്നറിയാമോ? ഒരു അടുത്ത പ്രാവശ്യം എവറോളിംഗ് ട്രോഫി എടുത്ത് പൊക്കേണ്ട ആ സ്ഥാനത്തേക്ക് പോകുന്ന മറ്റൊരു ഗ്രേറ്റ് ലീഡർ കൂടിയാണ്. ആര്? സജിതാജി. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലീഡറാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ചേഞ്ചസിലേക്ക് പോകണം. അപ്പൊ റെഡി. അപ്പൊ നമുക്ക് എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ് എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. റെഡി. ഒരു അഫർമേഷൻ കൂടി എടുത്തോളൂ വ്യാസൻ സർ. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഷൻ ബോർഡിൽ ഇത് രണ്ടും ഉണ്ടാവണം. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓക്കെ, എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമൺ ആയിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് ഒന്നും പറയേണ്ട, 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിലേക്ക് പോകുന്നു. ഇത്ര മാത്രം ചെയ്താൽ മതി. അതായത് ഗ്രൂപ്പുകളിലേക്ക് ജസ്റ്റ് ഇപ്പൊ വരുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏത് ഗ്രൂപ്പാണോ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അവർക്ക് സമ്മാനമുണ്ട്. പ്രത്യേകം എന്ത് സമ്മാനമുണ്ട്? സർ ഒരു കാര്യം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് എന്റെ സ്ഥാപനത്തിൽ എത്തുന്നവര് ഞാൻ ഈ 2 അഫർമേഷനും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴും പറയണ്ടല്ലേ? കണ്ടോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്നോട് പറഞ്ഞുമില്ല. പക്ഷെ ഞാൻ ഈ 2 അഫർമേഷൻസും ആണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നത്. അതും സജിതാജീനെ വെച്ചുകൊണ്ടാണ്. അവിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? എന്താ കഥ. ഓ സൂപ്പർ. ഇന്നലെ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്ത് ഞാൻ എക്സിറ്റ് ആയി പോയി. എന്താ പറ്റുന്ന അറിയില്ല. ഗ്രൂപ്പിൽ ഇന്ന് എക്സിറ്റ് ആയോ? ഇന്നലെ ജോയിൻ വണ്ടി ഞാൻ കൊടുത്തപ്പോ എനിക്ക് എക്സിറ്റ് ആയി. നമ്മുടെ ഇതിൽ നിന്നല്ലേ, ബ്രേക്ക് ഔട്ട് റൂമിൽ നിന്ന്. ഓക്കെ ഓക്കെ. ഇന്നലെ സോമൻജിയെ കണ്ടില്ല, അപ്പൊ നമ്മൾ സംശയിച്ചു എന്ത് പറ്റിയെന്ന്. ഇത് എവിടെ പോയത്? കൊടുത്തു സാർ, എക്സിറ്റ് ആയി. രണ്ടാമത് ഗ്രൂപ്പിൽ കയറിയപ്പോ അതിൽ കയറാനും പറ്റുണ്ടായിരുന്നില്ല. ഞാനും അത് ജോയിൻ ചെയ്തിട്ട് എനിക്കും കയറാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം. എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം. ലോഗ് ഔട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് വരുമ്പോ നമ്മൾ മെയിൻ ഗ്രൂപ്പിലേക്ക് വരും. അവിടെ നിന്ന് ഞാനോ സജി സാറോ നിങ്ങളെ അങ്ങോട്ട് വിട്ടോളാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഓക്കെ, മെയിൻ ഗ്രൂപ്പിൽ കയറാൻ പറ്റില്ല സാർ. റീലോഗിൻ ചെയ്യാൻ പറ്റില്ല. ലോഗ് ഔട്ട് ചെയ്യണം സാറേ, ലോഗ് ഔട്ട് ചെയ്യണം. ലോഗ് ഔട്ട് ചെയ്യണ്ടേ? ശരി ശരി. ഓക്കെ, താങ്ക് യു. ഐഫോൺ വന്നെങ്കിൽ ജെയിനിയാണ്. ജെയിനി. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, Geeta Lakshmi ma'am not assigned. Okay. Digi teacher. Second group. Okay, okay. Thank you, sir. Digi teacher. മധുജി വിളിക്കണ്ട, ലീഡർ വിളിക്കണ്ട. ഓക്കെ, സന്തോഷ് കൗൾ സാറിന് വന്നില്ല? എനിക്ക് വന്നിട്ടാ സാർ. ആണോ? ഓക്കെ. ഒരു ഗ്രൂപ്പിലെ മൊത്തം ഇല്ല സാറിന് വന്നില്ല. സോമൻജി സെക്കൻഡ്. എനിക്കും വന്നിട്ടില്ല. സൗമ്യ ആദ്യം ജയ്മോൾ എനിക്കും വന്നിട്ടില്ല. ഇല്ല എനിക്ക് വരില്ല. നിങ്ങൾ ഇവിടെ തന്നെയാ, നമ്മൾ ഈ ഗ്രൂപ്പിലാ. സൗമ്യ, ശ്രീപ്രിയ, സോമേട്ടൻ, നാൻസി, പ്രവീൺജി, പ്രിയ ടീച്ചർ, പൊങ്കാരൻ ടീച്ചർ. ഓക്കെ ഓക്കെ. സോമൻജി പോരെ നോക്കി. സോമൻജി കുറവാ. സുരേഷ്. ഓക്കെ, സൗമ്യജി ഇതാ വന്നു. സെക്കൻഡ്. ഓക്കെ, ഒന്ന് നോക്കിയിരുന്നേ. ശ്രീപ്രിയജി. ഞാൻ തേർഡിലാ സാറേ. ഓക്കെ ഓക്കെ സാറേ. സന്തോഷ് കൗൾ സാറിന് മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് അറിയിക്കാം. ഓക്കെ, ശ്രീപ്രിയജി. ഞാൻ സെക്കൻഡ് പറഞ്ഞ സാറേ, വന്നിട്ടില്ല.
വന്നിട്ടില്ല. ഓക്കെ. സാർ ഞാൻ സെക്കൻഡിൽ എനിക്ക് വന്നിട്ടില്ല. രേഷ്മജിക്ക് വന്നിട്ടില്ല. ഓക്കെ. അസൈൻഡ് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് റീ അസൈൻ ചെയ്യാം. റീ അസൈൻ മീൻസ് ഒന്ന് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിലേക്കോ. സോമൻജി ജോയിൻ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ. സോമൻജി ഒന്ന് ലോഗിൻ ചെയ്തു. ലിജി ടീച്ചർ എന്തോ? ഓക്കെ ഓക്കെ. സൗമ്യജി പോയി. ഞാൻ ചേച്ചി ഇപ്പോ ഓക്കെ സർ. സന്തോഷ് കൗൽ സാറിന് കിട്ടിയില്ല അല്ലെ? കൗൽ സാർ ഒന്ന് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകും. ഞാൻ ഇപ്പൊ തന്നെ തേർഡിലേക്ക് ആക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ലോഗിൻ ചെയ്തോ. ഞാനും തേർഡാണ്, എവിടെ പോയിട്ടില്ല. സാർ ലോഗിൻ വന്നിട്ടുണ്ട്. എനിക്ക് നീ റീ അസൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ബ്ലിങ് ചെയ്തപ്പോ കണ്ടില്ല, അതാണ്. ശരി. സോമൻജി ലോഗിൻ ആയില്ലേ? സോമൻജി, സന്തോഷ് കൗൽ സാർ ഒന്ന് സാർ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഓക്കെ. സോമൻജി കിട്ടിയില്ലേ മെസ്സേജ്? സോമൻജി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സ്റ്റക്കായോ സാർ? സാർ എന്റെ ഓഡിബിൾ അല്ലേ? കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. നായർ സാബ് എന്ത് പറ്റി? നായർ സാബിന് മെസ്സേജ് കിട്ടിയില്ല? രേഷ്മാജിക്ക് വന്നു ഇപ്പോ? പോയോ? ഇല്ല. രേഷ്മാജിക്ക് വന്നില്ലേ? വന്നല്ലോ. ലോഗ് ഔട്ട് ആയ. റാബിനാജിക്ക് കിട്ടിയില്ല? പോയിട്ടുണ്ട് റാബിനാജി. ഉണ്ട് ഉണ്ട്, പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ. നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യൂ, മെസ്സേജ് ഒന്ന് നോക്കൂ, സ്ക്രീനിലൊന്ന് നോക്കൂ. ലിജി ടീച്ചർ, ലിജി ടീച്ചർ, സന്തോഷ് കൗൽ സാർ, കൗൽ സാർ കിട്ടിയില്ല, ഒന്ന് നോക്കിയേ. ഫസ്റ്റിലാണ് ഇരിക്കുന്നത് സാർ സന്തോഷ് കൗൽ സാർ. ഓ ശരി ശരി ശരി. മൂന്നിക്ക് മാറ്റാതെ ഒന്നിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും സാർ. അല്ല ഫസ്റ്റില്. ഓക്കെ ഓക്കെ. സന്തോഷ് സാർ നോക്കൂ. ഓക്കെ ഓക്കെ ശരി. അപ്പോ നമുക്ക് ബാക്കിയുള്ളവരെ ഒന്ന് സമയം നോക്കിയിട്ടൊന്ന് അങ്ങ് വിട്ടേക്കണേ. ജയ്മോളെ, ബക്കറ്റ് ലിസ്റ്റ് എന്താന്ന് മനസ്സിലായോ? ജയ്മോൾ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ? അറിയാം അറിയാം. അപ്പൊ അതിൽ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും. ഗീതിക മോളൂ, എങ്ങനെയുണ്ട് ആരോഗ്യം? ഓപ്പൺ ആവും, ക്യാമറ ഓപ്പൺ ആക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല. കമോൺ കമോൺ. ക്യാമറ ഓണാണ്. അല്ല, ഗീതിക ഓക്കെയാണ്. ഗീതിക ഓക്കെ. സുലോചന ചേച്ചി എന്തായിരുന്നു കുറെ നാളായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. സുലോചന ചേച്ചി ഹലോ. സാലി മാം വന്നിട്ടുണ്ടല്ലോ സാറേ. യെസ്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് കേൾക്കട്ടെ. നിങ്ങൾ തമാശ കേൾക്കാനാ? സുലോചന ചേച്ചി അൺമ്യൂട്ട് ചെയ്യും. ശരി. യാത്ര പോണെന്ന് വിചാരിച്ചിട്ടില്ലേ? എവിടേക്കാ? ഈ മോഹനേട്ടോട് പറഞ്ഞു 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 മടുത്തു എന്ന് പറഞ്ഞ കാര്യമില്ലേ? അതൊന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ മോഹനേട്ടൻ പോവാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ ഇപ്പൊ പോയിട്ടുണ്ടല്ലേ? ദുബൈയിൽ, പുറത്തൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടില്ലേ? പോയി. പോയി. അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി നടന്ന് കണ്ടു അല്ലേ? കണ്ടു. അവർക്ക് ലീവിന്റെ സമയത്ത് പുറത്തു പോകും. അങ്ങനെയാണ് അല്ലേ? ശരി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകേണ്ട അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യം. എലീസ അങ്ങോട്ട് പോയില്ല അല്ലെ? നിങ്ങൾ ഇങ്ങോട്ട്. ഓക്കെ, കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോ. ശരി. നിങ്ങൾക്ക് അങ്ങോട്ട് നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ. സഫിയ മാം, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിൽ വരേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. മിനി മാം, അറിയാം. ശരി ശരി. ആന്റണി ക്ലിയർ ആയോ? വ്യാസൻ സാർ ക്ലിയർ ആണ്. ഗീതിക ക്ലിയർ ആണോ മോളെ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അലൻ മോന് മനസ്സിലായോ? ക്ലിയർ. താങ്ക് യു. അപ്പൊ അതിൽ എഴുതാത്ത കാര്യങ്ങൾ. ജെയിനി ഓക്കെ, താങ്ക് യു. അതിൽ സ്മിതാജി എന്ത് പറ്റി? രാവിലെ എഴുതൊക്കെ ലേറ്റ് ആയോ? സ്മിതാജി, സ്മിത സുനിൽ
ലേറ്റ് ആയതല്ല, കേറാൻ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആയിരുന്നു ഇല്ലല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ആ ബക്കറ്റ് ലിസ്റ്റിൽ? ഇപ്പൊ ബുക്ക് എടുത്തേ, എല്ലാരും ബുക്ക് എടുക്കും. നോട്ട് ബുക്ക്. സാർ ഇതിനകത്ത് ബ്രൈറ്റ് മാഡം ഉണ്ട് കേട്ടോ. ബ്രൈറ്റ് മാം ഇവിടെ ഉണ്ടോ? ഞാൻ ഇതിലാണ് ഇതില് അതിലാണോ? അയ്യോ, നെറ്റ്വർക്ക് പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നമാണ്. ബ്രൈറ്റ് മാം ഹായ് പറഞ്ഞേ. കുറെ ദിവസമായില്ലേ ഇങ്ങനെ മൈക്കിലൂടെ എന്താ കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിലായോ? സൈൻ സാർ, ജോയ് സാർ മനസ്സിലായോ? ആള് മിനി മാമിന്റെ ഫോണിലൂടെയാണ് കേട്ടോണ്ടിരിക്കണേ. നമ്മളായിട്ട് ഒരു മീഡിയം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഡിവൈസിലാണ് ഇരിക്കണേ. താങ്ക് യു കേട്ടോ, ഈ എഫർട്ടിന് പ്രത്യേകം നന്ദി. അത് നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം മിനി മാം അത് ചെയ്യാനും ആൾക്കത് കേൾക്കാനും കഴിയും. റെക്കോർഡ് ഇട്ട് തരാം, ഒന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. റെക്കോർഡ് ഞാൻ കൃത്യമായിട്ട് തന്നോ. ഓക്കെ, താങ്ക് യു. അഞ്ജു, അപ്പൊ ആദ്യം എഴുതിയ എന്താ അഞ്ജു? കരിയർ ഓപ്ഷൻസിൽ ആദ്യം എഴുതിയേക്കണം എന്താ? ഇപ്പൊ എഴുത്. സ്റ്റഡി. അഞ്ജുവേ മൈക്ക് മ്യൂട്ടാ മോനെ. മിലൻ സാർ. ഹാപ്പി മോർണിംഗ് സാർ. ഹാപ്പി മോർണിംഗ് സാറേ. മിലൻ സാറിനെ ഒന്ന് ഇട്ടേക്കാം ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക്. ഓക്കെ, മിലൻ സാറേ ഗ്രൂപ്പിലേക്കാണ് സാറേ, ഗ്രൂപ്പ് മീറ്റിംഗ് സാർ. ഇട്ടോ സൈസർ ഇട്ടോ? ഇപ്പൊ വരും സാർ, ആക്സെപ്റ്റ് ചെയ്ത്. ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയിട്ട് 2 ഡയലോഗ്സ് കഴിച്ചിട്ട് വാ. ശരി സാർ. ഓക്കെ, അപ്പോ നമ്മളുടെ ഗോൾസ് ഇതെല്ലാത്തിനെയും അടിസ്ഥാനം ഇപ്പൊ എഴുതി വെക്കുന്നത്. ഡൗട്ട് വരുന്ന കാര്യത്തിൽ എന്താ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് വെൽത്ത് ആണ് അല്ലെ? നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാക്ഷാത്കരിക്കാനുള്ള കാശ് എൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ആ ഒരു കോൺഫ്ലിക്റ്റ്. അതുപോലെ ചില ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ അത് ഇമേജ് ആക്കി മാറ്റാൻ ബുദ്ധിമുട്ട് വരുന്നതിന് കാരണം അത് വെൽത്തുമായിട്ട് കറക്റ്റഡ് ആണ്, അല്ലെ മനസ്സിൽ കാണാൻ കഴിയാത്തത് കൊണ്ട്. അതിനെയാണ് ഡിസൈഡ്സ് ആൻഡ് എന്തൊക്കെ ഇട്ടില്ലേ സാറേ? ഇല്ല, പോകാൻ പറ്റില്ല. ഓക്കെ, ഒന്നുകൂടി അയക്കാം സാർ. ഇനി ആ ഗ്രൂപ്പിൽ പോയിട്ട് ചെയ്യണം. സാർ ഒന്നും ചെയ്തേക്കാം. ശരി, അതിന് കാരണം ഇതാണ്. ഡിസൈഡ്സ് ആൻഡ് ഇമാജിനേഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് കാണുന്ന കാര്യങ്ങളും ഒന്നായിരിക്കണം. ക്ലിയർ? നമ്മൾ ഒരിക്കലും ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു തിയറി ഉണ്ട്, ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ്. അഞ്ജു കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് എന്താ? എനിക്ക് പറഞ്ഞൊരു ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് ഓർക്കുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടില്ല നീ? ശരി, വ്യാസൻ സാർ, നമ്മൾ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മുടെ സെഷനിലോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മൈൻഡിലുണ്ട്, അത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. തന്നെ കാര്യം കണ്ടോ? അതായത് യുവർ ഡിസൈർസ് ആൻഡ് ഇമാജിനേഷൻസ് ആർ ഇൻ കോൺഫ്ലിക്റ്റ്. യുവർ ഇമാജിനേഷൻസ് ഇൻവേരിയബിളി ഗെയിൻസ് ദ ഡേ. നമ്മുടെ ആഗ്രഹങ്ങളും മനസ്സിൽ കാണുന്ന ദൃശ്യസങ്കല്പവും തമ്മിൽ എപ്പോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുവോ ഒരിക്കലും മാറ്റം വരാത്ത രീതിയിൽ ആ ഇമാജിനേഷൻ വിജയിക്കും. അതാണ് കാര്യം. അതുകൊണ്ടാണ് ബക്കറ്റ് ലിസ്റ്റ് എഴുതുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്കൊരു ബുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും നമ്മളൊന്നും മേടിച്ച് വായിച്ചാൽ നല്ലതാണ്. ദ സീക്രട്ട് റോണ്ട ബേൺ. 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ആദ്യം ചോദിക്കൂ, ആസ്ക്. 2 ബിലീവ്, വിശ്വസിക്കൂ. ദെൻ റിസീവ്. ആദ്യം ചോദിക്കണം, അതിനാണ് ഇപ്പൊ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണേ. ആസ്ക്. 2 വിശ്വസിക്കൂ, കിട്ടുമെന്ന്. 3 സ്വീകരിക്കാൻ തയ്യാറാവും. സ്വീകരിക്കുമ്പോ ഒരു കാര്യം ചിന്തിക്കരുത്, ഹൗ, എങ്ങനെ ഇത് കിട്ടുമെന്ന് ചിന്ത വരികയും ചെയ്യരുത്. എങ്ങനെയാണ്, ഹൗ അത് വരരുത്. അതിന് സാധ്യതകളൊക്കെ ഓപ്പൺ ആവും. ഇപ്പോ രാവിലെ തുടക്കത്തിൽ പറഞ്ഞ സജിത അജിയുടെ കാര്യം പറഞ്ഞു. അവരുടെ ഓഫീസിലെ ഒരു കക്ഷിയാണ്. ഇവർക്ക് എല്ലാവരും ജോലി ചെയ്യാൻ, ഒരാൾ ജോലി വിട്ടു പോകാനല്ല ഉദ്ദേശിച്ചിരുന്നത്, എല്ലാവരും റിസൈൻ ചെയ്യാനായിട്ട് മടുത്തു. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയാമോ? കുടുംബത്ത് പ്രോബ്ലം ഉണ്ടായി. അതുകൊണ്ട് സന്തോഷ് കോവിൽ പറയണേ, നിങ്ങൾ ജോലിക്ക് പോകണ്ട, സമാധാനമായിട്ടിരിക്കുമല്ലോ. കുട്ടികളുടെ മേലെ കയറും. 2 കുട്ടികളാ ഉള്ളത്. 2 പേരുടെയും വഴക്കുണ്ടാക്കും. അവരുടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് എവിടെ നിന്ന് തുടങ്ങണേ? ആ ജോലി സ്ഥലത്തുള്ള സാഹചര്യം.
ആ സാഹചര്യത്തെ മാറ്റാനായിട്ട് ശ്രമിച്ചത് ആള് മാറിയപ്പോഴാണ്. അപ്പൊ അതാണ് നമ്മള് ഇന്നലെ ഒരു ലേഖമ്മ അല്ല ഓക്കെ ഓക്കെ ഞാൻ ആരോട് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു, ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗോൾസ്. അപ്പൊ ഇമാജിനേഷൻസ്, ഡിസൈർ, ആഗ്രഹവും ഇമാജിനേഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഒരിക്കലും മാറ്റം വരാത്ത രീതിയിൽ വിജയിക്കുന്നത് ഇമാജിനേഷൻ ആയിരിക്കും. അപ്പൊ ഇതിനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആന്റണി കേട്ടായിരുന്നു? ഡെമോ ക്ലാസിന്റെ റെക്കോർഡ് കേട്ടോ? ഇല്ല, കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊന്നുകൂടി പറയാം. ഒരമ്മ പ്രാർത്ഥിക്കുന്നത്, അത് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അമ്മ കുഞ്ഞിന്, വീടുകളിൽ സീനിയേഴ്സ്, മുതിർന്ന അമ്മമാരുണ്ടെങ്കിൽ, ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുവാവ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം? എന്തായിരിക്കും? മിനി ആൻസ്ലി മാം ഇടക്കിടക്കൊക്കെ പറയുന്നതാണ്. പറ, എന്തായിരിക്കും കേൾക്കാം? പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും? അസുഖം വരല്ലേ? എന്റെ കുഞ്ഞിന് അസുഖം വരല്ലേ. സ്മിതാജി, നിങ്ങളും പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്നിട്ട് കൊച്ചിന് അസുഖം വരുത്തി വെച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ബുദ്ധിമതിയാണ്. ഞാൻ കൂടുതൽ നിങ്ങള് പിന്നെ അതെ, വലിയ വലിയ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് വരുത്തിയിട്ടില്ല അല്ലെ? ശരി. ഇവിടെ വിദഗ്ധമായിട്ട് വരുത്തി വരയ്ക്കുന്ന ഒരാളുണ്ട്, അന്ന് മസ്കറ്റിൽ നിന്നും. ആരാ? ലേഖാജി. ഹലോ ലേഖാജി, എന്തെങ്കിലും സന്തോഷമൊന്നുമില്ല? ആ, അങ്ങനെ പോഴത്തരൊക്കെ ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് അനുസൃതമല്ലാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ശരി. എനിക്ക് എന്താ എപ്പോഴും ഇങ്ങനെ വന്നേ, എന്റെ വിഷമതകൾ എന്താ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജ് എന്താ? പ്രാർത്ഥന ഇങ്ങനെ വരാറില്ലേ? അതെ, ഗീതികയിൽ എന്നിട്ട് തലാട്ടുണ്ട്. ശരിയാണ്, ശരിയാണ്. ഗീതികയുടെ കാര്യമല്ല, അമ്മയുടെ കാര്യമാണോ? ആരുടെ ആയാലും ഒരു തലാട്ടുന്നുണ്ട്. അപ്പൊ എന്താ എന്താ എന്റെ കാര്യമാകും. ഗീതിക തലാട്ടുന്നത് എന്റെ കാര്യമാകും. അല്ല, നന്നായിട്ട് ഗീതിക പറ. അമ്മയുടെ കാര്യമാണ്. മോളങ്ങനെ ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ. അമ്മയുടെ അല്ലേ മോള്, അല്ലെ? ശരി. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇനി നമ്മൾ മനഃപൂർവ്വം, ബോധപൂർവം, സുബാബു സർ, ഗീതിക മാം, നമ്മുടെ ഗീത മാം അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ, രണ്ടുപേരും ഓക്കെയാണ്, പോസിറ്റീവ് ആണ് അല്ലെ? സുബാബു സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തോ? ഇന്ന് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. ശരി. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ ഇമാജിനേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട, ആഗ്രഹങ്ങൾ എഴുതിണ്ടാകും. എല്ലാവരും റെഡിയാണോ? എത്ര ഉണ്ടാക്കും? പറഞ്ഞു. യാസിൻ സാർ, എത്ര നമ്പേഴ്സ് ഉണ്ടാവുന്നു എന്ന് ഗസ് ചെയ്യാമോ? സാറിന്റെ ബക്കറ്റ് ലിസ്റ്റ് എത്ര നമ്പേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? പറഞ്ഞോ. എന്റെ ഒരു 4 or 5. 4 or 5. അല്ല, ബക്കറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ 8 സെഗ്മെന്റ്സിലും വരണം. ഞാൻ പറഞ്ഞെന്താന്ന് അറിയാമോ? അതാണ് ക്ലാരിറ്റി വേണ്ടിയിട്ടാ. ഒന്ന്, രാവിലെ എഴുന്നേക്കുന്ന ഒരു ഗോളാണ്, റൈറ്റ്? ഓക്കെ. എക്സസൈസ് 2 യോഗ, മെഡിറ്റേഷൻ 3, 4. അങ്ങനെ വരുമ്പോ നമ്പേഴ്സ് എത്ര ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. 100 Maybe ഒരു 24, 25. അല്ലല്ല, 50 മേലെ വേണം, മിനിമം 50 വേണം. സാറിന്റെ സ്റ്റാഫ്, സാറിന്റെ ലൈഫ്, എൻജോയ്മെന്റ്സ്, ഹൗസ്, വീട്, നമ്മുടെ വാഹനങ്ങൾ, സാറിൽ കാണാൻ പോകുന്ന ഓരോ രാജ്യങ്ങളും ഓരോ പേരായിരിക്കണം. എത്ര സാറിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഓരോ കൺട്രിയും ഓരോ ഗോൾ ആയിരിക്കണം. ഏറ്റവും സാറിന്റെ ടെക്നോളജിയിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന രാജ്യം ഏതാ? സാറിന് പോയാൽ പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഏതാ? ഇന്ത്യ, US, ജർമ്മനി. ജർമ്മനി അല്ലേ? എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ അല്ലേ? പക്ഷേ ഇന്ത്യ is catching up. അതാണ് എനിക്ക് തോന്നുന്നത്. No sir, now catching up. I know that നമ്മുടെ കൺട്രി ഡെവലപ്പ്. പക്ഷെ എനിക്ക് ജർമ്മനി പോയി അവിടുത്തെ ടെക്നോളജി പഠിക്കണമെന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ യെസ്, എവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഏതാ രാജ്യം നല്ലത്? പ്രോബ്ലി US, ജർമ്മനി അല്ല. ജർമ്മനി. അതാണ് ഞാൻ ജർമ്മനിയെ കുറിച്ചാണ് ഞാൻ കൂടുതൽ കേട്ടത്. US ഓക്കെ, US എല്ലാത്തിന്റെ മെയിൻ ആയിട്ട് വരുന്നു. പക്ഷെ ജർമ്മനി, അവിടെ പോകണമെങ്കിൽ അതൊരു ഗോളാണ്, അതൊരു ഇമേജ് വെക്കണം. സാറിന്റെ ഫേം വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്നതാകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വരണമെങ്കിൽ അതിനൊരു ഇമേജ്, അതിന് ടൈമിൽ സാറിന്റെ മാഗസിൻ, ടൈമിലോ അതുപോലെ ഇന്റർനാഷണൽ മാഗസിനിൽ സാറിന്റെ എന്ത് വരണം? ഒരു ഫ്യൂച്ചർ വരണം, മുഖചിത്രം സാറിൻ്റെതായിരിക്കും. എന്നിട്ട് പറയണം, ഇത് ഇന്ത്യ ഈ ഡെവലപ്ഡ് കൺട്രി ആയപ്പോ ഇതിന് സ്വാധീനം ചെലുത്തിയ കമ്പനിയുടെ പേരാണ് ഇന്നത്, അതിന്റെ മാനേജിങ് ചെയർമാൻ ആണ് വ്യാസൻ വി. മറ്റൊരു വ്യാസൻ ഭാരതത്തെ
ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ ഹെഡിങ്ങോടുകൂടി BBC ന്യൂസും കാര്യങ്ങളൊക്കെ വരണം. ഇതൊരു ഗോളാണ്. സർ ആക്ച്വലി ഇവിടെ ഞാൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ഒരു ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഐ എം ആക്ച്വലി മേക്കിംഗ് മൈസെൽഫ് ഡിസോൾവ് ഇൻ ടു വാട്ട് ഐ എം ഡൂയിങ് മൈ എയിം. സാറിന് ഞാൻ പറഞ്ഞത് അതായത് പേഴ്സണലി ഞാൻ സാറിന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒരു പേഴ്സണൽ ഫെയിമിനേക്കാളും കൂടുതൽ ദിസ് ഈസ് ഗോയിങ് ടു അച്ചീവ് സം റിസൾട്ട്സിനെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റിസൾട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നരേന്ദ്രമോദി അല്ലെങ്കിൽ ടാറ്റ, രത്തൻ ടാറ്റയ്ക്ക് ഒരിക്കലും ഇഷ്ടമില്ല ആളെ ഹൈലൈറ്റ് ചെയ്യണമെന്നോ ആളുടെ കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡ്രീം എന്താണെന്നറിയാം, അദ്ദേഹത്തിന്റെ വിഷൻ ബോർഡ് എന്താണെന്നറിയാം. അദ്ദേഹത്തിന്റെ വിഷൻ ബോർഡ് നമ്മൾ പോലും നേട്ടിപ്പോകും. പക്ഷെ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളല്ല മറ്റുള്ളവരെ പോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രീം എന്താണെന്നറിയാം, ഈ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്തായിരുന്നു അറിയാം. അതെല്ലാം അദ്ദേഹത്തിന്റെ വിഷൻ ബോർഡിലുണ്ട്. ഇത് പുതുതായിട്ട് കണ്ടുപിടിച്ച സാധനമല്ല. ഒരിക്കലും ഈ റോണ്ട ബേണിന്റെ സീക്രട്ട് വന്നതിന് ശേഷമാണ് ഇത് ഇത്രയ്ക്ക് ജനകീയമായത്. പക്ഷെ അതിനു മുമ്പേ ഇവർക്ക് എല്ലാവർക്കും വിഷൻ ബോർഡുണ്ട്. വിഷണറീസ് ആണ് ഇവരെല്ലാം. അപ്പൊ അവിടെ ബ്ലോക്ക് വരരുത്. ബ്ലോക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശസ്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അങ്ങനെയല്ല ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കറക്റ്റ്. നമ്മള് നാച്ചുറലി നമുക്ക് ഇമ്പോർട്ടൻസ് വരും. ആ രീതിയിലല്ല. എനിക്ക് സാർ പറഞ്ഞ മനസ്സിലായി. ക്ലിയർ. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വിഷൻ ബോർഡിലാണ് വെക്കണേ. മറ്റൊരാളിനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ട് എത്ര വരും സുബാബു സാർ? എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഈ എക്സസൈസ് യോഗ ഒക്കെ ഇതിൽ പെടുവോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തുടക്കം ഇങ്ങനെയാണ്. നമ്മൾ ആ വിഷൻ ബോർഡ് കാണിച്ചില്ലേ? തുടക്കം ഇങ്ങനെയാണ്. തുടക്കം വരുന്നത് നമ്മളൊരു വിഷൻ ബോർഡ് മോഡലായിട്ട് കാണിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, നമ്മള് മരിക്കുന്നതിന് മുന്നേ ചെയ്തു തീർക്കേണ്ട ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയുമ്പോ അതെ, അതിലിപ്പോ എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവോ? എന്താണ് അത് ചെയ്താലല്ലേ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. രാവിലെ എഴുന്നേക്കണ്ടേ? ചെയ്യണം എന്നല്ലല്ലോ ആഗ്രഹിക്കുക, അതിന്റെ ആ ഒരു റിസൾട്ടിലല്ലേ അല്ല, റിസൾട്ടിലാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതിലേക്കുള്ള വഴി നമുക്ക് കിട്ടാതെ വരും. വഴിയിലേക്കുള്ള വഴി നമുക്ക് എന്താ വേണ്ടേ? ഗോൾ ഉണ്ട്. പക്ഷെ അതിലേക്കുള്ള മാർഗങ്ങളെല്ലാം നമുക്ക് വിഷൻ ബോർഡിൽ വരണം. ഇപ്പൊ രാവിലെ എഴുന്നേക്കണമെങ്കിൽ ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് രാവിലെ എഴുന്നേക്കണ്ടേ? രാവിലെ എഴുന്നേറ്റാലല്ലേ നമുക്ക് പറ്റും. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ. ഹെൽത്ത് ഗോൾസ് ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഒരു ഗോളിനെ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ഗോൾസ് ആക്കി മാറ്റി. 8 സെഗ്മെന്റ്സിൽ വരണം. 8 സെഗ്മെന്റ്സ്. ഒന്ന്, എനിക്ക് എന്റെ കരിയറിൽ വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്റെ ശീലങ്ങളിൽ മാറ്റം വരണം. അതിനാദ്യം എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കണം. 1, എനിക്ക് ശാരീരികമായും മാനസികമായും സന്തോഷം കിട്ടാനായിട്ട് യോഗയോ എക്സസൈസോ എന്തെങ്കിലും ചെയ്യണം. 2, 3, നമ്മുടെ ടു ഡു ലിസ്റ്റ് ഞാൻ എല്ലാ ദിവസവും എഴുതും. 3 എഴുതിക്കോ. ഇപ്പൊ എഴുതിക്കോ എല്ലാവരും. ടു ഡു ലിസ്റ്റിന്റെ ഒരു ഇമേജ് ഉണ്ടാവണം. പിന്നെ ടൈമർ. എന്റെ സമയമാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു ടൈമറിന്റെ ഇമേജ് വെക്കണം. ടൈമർ അറിയാലോ? അതായത് ഞാനിപ്പോ എന്ത് ചെയ്താൽ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ അത് ടൈം സെറ്റ് ചെയ്യും. എന്റെ മൊബൈൽ ഫോണിൽ പോയിട്ട് ടൈം സെറ്റ് ചെയ്യും. ഇന്നലെ ഞാൻ വ്യാസൻ സാറിനോട് സംസാരിച്ചതും ടൈമർ വെച്ചുകൊണ്ടാണ്. ആ സമയം കഴിയുമ്പോൾ ഞാൻ നിർത്തും, അല്ലെങ്കിൽ സാറായിട്ട് നിർത്തും. ഞാൻ കൺക്ലൂഡ് ചെയ്ത് വന്ന വഴി കണ്ടോ? അപ്പൊ സാർ പറഞ്ഞു, ഓക്കെ സാർ, ഐ എം റെഡി, ഓക്കെ, കംഫർട്ടബിൾ, ഞാൻ എന്ന്. അപ്പൊ എന്റെ സമയം ആയി. ഇല്ലെങ്കിൽ ഞാൻ ടൈമർ ബ്ലോക്ക് ചെയ്യും. ആ ടൈമർ അവിടെ സാറിന്റെ ഇമ്പോർട്ടന്റ് ടോക്കാണ്, കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ടു അനദർ 15 minutes. സാറിന്റെ കോൾ റേഷ്യോ എടുത്താൽ അറിയാൻ പറ്റും നമുക്ക് എത്ര സമയം എടുത്തു. അപ്പൊ ഞാൻ 20 minutes കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നില്ല. സാർ അതിനു മുമ്പ് നമ്മുടെ ടോക്ക് അവസാനിച്ചു. ചിലത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു പോയാൽ പോലും നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുപോലെ ടൈം മാനേജ് ചെയ്യാനായിട്ട് ടൈമറിന്റെ ഇമേജ് എവിടെ ഉണ്ടാവണം? വിഷൻ ബോർഡിൽ ഉണ്ടാവണം. ജികെ ക്ലിയർ? ശരി. അതിനുശേഷം പിന്നെ എന്താ ചെയ്യുന്നത്? ടു ഡു ലിസ്റ്റ്, ടൈമർ,
പിന്നെ പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യം, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ് വരുമ്പോൾ അതിലെല്ലാം ഓക്കെ. പിന്നെ നമ്മൾ ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം. ഷോർട്ട് ടൈം എന്ന് വെച്ചാൽ 1 വർഷം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ട ആദ്യത്തെ ഗോൾ കരിയർ ഗോൾ, രണ്ടാമത്തെ ഗോൾ ഹെൽത്ത് ഗോൾ. എന്റെ വെയിറ്റ് ഇത്ര ഫിറ്റ് ആയിരിക്കണം. വെയിറ്റ് കുറക്കണമെന്ന് എഴുതി വെക്കരുത്, ഇമേജും വെക്കരുത്. നമ്മൾ വെയിറ്റ് ഇപ്പൊ 56-70 ആണെങ്കിൽ 56 എന്ന് വെച്ചാൽ 56 kg ഉള്ള ഗൗസിന്റെ ഒരു പടം എടുത്തു വെക്കണം. ഗൗസിന് പ്രോബ്ലം ഇല്ല, ഗൗസ് ഇതാണ്. ആർക്കെങ്കിലും വണ്ണം കുറക്കണമെന്നുണ്ടെങ്കിൽ ആ കിലോ ആയിട്ടുള്ള ഒരാളുടെ എഴുതി വെക്കണം. സന്തോഷമായിട്ടിരിക്കണം, സിമ്പിൾ ആണെങ്കിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന 1 വർഷത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെയാവും. ഡേറ്റ് എഴുതി വെക്കണം താഴെ. അടുത്ത ജാനുവരി 1-ാം തീയതി ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടുള്ള, ഇത്ര സുന്ദരനായിട്ട്. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം, ഫോട്ടോഷോപ്പ് വെളുപ്പിക്കണം. ഞാൻ തമാശയായിട്ടല്ല സീരിയസ് ആയിട്ടും പറയാറുണ്ട്. ഞാൻ എന്റെ പിക്ചർ, എന്റെ ആദ്യത്തെ ഫോട്ടോസൊക്കെ എടുത്തപ്പോ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ആദ്യ ഫോട്ടോസ് എല്ലാം എടുത്ത് മാറ്റി. അതിനുശേഷം സാറിന് അറിയാം, തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആയിരുന്നു. അപ്പൊ അവിടെ എടുത്ത ഒരു ഫോട്ടോ, കൂട്ടുകാരൻ എടുത്ത ഫോട്ടോ ഞാൻ കണ്ടു. അത് വെളുത്തിരിക്കണം, സുന്ദരമായിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനത് ആ സ്റ്റുഡിയോയിൽ പോയി അപ്പോട് പറഞ്ഞിട്ട് ഫാദറിനോട് പറഞ്ഞു, അവിടെ പോയി. അപ്പൊ പറഞ്ഞു, കാശൊന്നും തരില്ല, നീ 1 പ്രാവശ്യം ഓൾറെഡി എടുത്തതല്ലേ, സണ്ണി സ്റ്റുഡിയോ ഒന്ന് എടുത്താണ്, ഇനി അവിടെ പോയി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് അവിടെ പോയി എടുക്കണം. അപ്പൊ അവിടെ ചെന്നപ്പോ ഇത്തിരി വെളുപ്പിച്ചൊക്കെ തന്നു. അതാണ് എന്റെ ഫേവറേറ്റ് ഫോട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ വെളുത്ത ഫോട്ടോ കണ്ട് എനിക്ക് തന്നെ കൂടുതൽ സന്തോഷം, എന്നെ തന്നെ തന്നു. അങ്ങനെ പതുക്കെ 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 ഞാൻ ഇപ്പോൾ ഉള്ള ഗ്ലാമറിലേക്ക് വന്നു. ഹായ്, ഹലോ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യവും മാറ്റാൻ തീരുമാനിക്കുന്നു, എഡിറ്റ് ചെയ്യണം. കുറച്ച് വ്യത്യാസം വരും. സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മസിൽ പിടിച്ചിരിക്കുന്ന ഗീത മാം, സിബു സാർ, സുബാബു സാർ, എവിടെ ഗീത മാം? അപ്പൊ ഹാപ്പി ആയിട്ടുള്ള പിക്ചർ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് ഏറ്റവും ഇപ്പൊ ഹാപ്പിയാണ് കേട്ടോ, നോ പ്രോബ്ലം. എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നതുകൊണ്ടാണ്. ശരി, അപ്പൊ ഈ ക്യാമറയിൽ എങ്ങനെ കാണും, നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതും സന്തോഷമായിട്ട് ഇമേജ് വെക്കണം. അങ്ങനെ നമ്മുടെ ഹെൽത്ത്, വെൽത്തിൽ എത്ര പൈസയാണ് നമുക്ക് വേണ്ടത്, ഓക്കെ, എല്ലാ കാര്യങ്ങളും ഗൗസിന്റെ വണ്ടിക്കാരൻ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. ശരി ഗൗസ്, താങ്ക് യു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് 8 സെഗ്മെന്റ്സും വരണം. കരിയർ ഗോൾസ്, ഹെൽത്ത് ഗോൾസ്, റിലേഷൻഷിപ്പ് ഗോൾസ്. ഇപ്പൊ എത്ര സുഹൃത്തുക്കളുണ്ട്, എന്റെ നെറ്റ്വർക്ക് എത്രയാണ് നോക്കൂ, കോണ്ടാക്ട് നമ്പേഴ്സ് എത്രയുണ്ട് അത് കൂട്ടണം. വെൽത്ത്, ഇപ്പൊ എന്റെ സാമ്പത്തിക അവസ്ഥയാണ്, ലിക്വിഡ് മണി എത്രയുണ്ട്. 5, എനിക്ക് ഈ വർഷം എവിടെയെങ്കിലും ഒരു യാത്ര പോകണം, എത്ര സ്ഥലത്ത് പോകണം, ആ സ്ഥലം എഴുതണം, അതിന്റെ ഇമേജും വെക്കണം. ഓക്കെ, അതുപോലെ 1 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, ഈ ലോകം അവസാനിക്കുന്ന, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 15 രാജ്യങ്ങളിൽ പോകണമെങ്കിൽ 15 രാജ്യങ്ങളുടെ ഇമേജും വെക്കണം, അത് കാണണം. റൈറ്റ്. പഠിക്കാനുണ്ടെങ്കിൽ 10 പുസ്തകം വായിക്കണം, 10 പുസ്തകങ്ങളുടെയും ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം. 1 വർഷത്തിനുള്ളിൽ, ജീവിതകാലത്തിനുള്ളിൽ ഞാനൊരു പുസ്തകം എഴുതും. എന്റെ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ എന്റെ ജീവിത പാഠങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഞാൻ 5 പുസ്തകം എഴുതും. അത് എഴുതണം, ഗീതിക ഡോക്ടറുടെ ഒരു ബുക്ക് ഉണ്ടാവും, എഴുതുക, മൈ ഓൺ ബുക്ക്. അതിന്റെ പേരെന്താന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്തായാലും എലിസയുടെ 10-100 ബുക്ക് ഉണ്ടാവും, റൈറ്റ്? എലിസ ഇപ്പൊ പറഞ്ഞ പോലെ തീർന്നാൽ മതി, അത്ര അധികം ബുക്ക് എഴുതാനുള്ള കഥകളുണ്ട്. ശരിയല്ലേ എലീസ? പുസ്തകമല്ല, സിനിമയാണ് ട്രെൻഡ്. സിനിമയാണ്, അത്ര കഥയാണ്. ശരി, ഗ്രേറ്റ്, യെസ് യെസ് യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ അത് വേണം. ആ പുസ്തകത്തിന്റെ പേര് വിഷൻ ബോർഡിൽ വേണം. ഇന്റലക്ച്വൽ, സോഷ്യൽ, സമൂഹത്തിന് ചെയ്യുന്ന ചാരിറ്റിക്ക് കിട്ടുന്ന അംഗീകാരം എന്തൊക്കെയാണ്? അംഗീകാരം കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കൂ. ഓക്കെ, ഒപ്പം നമ്മൾക്ക് സ്പിരിച്വൽ ആയിട്ട് ഗ്രോ ചെയ്യാൻ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒന്നിച്ചെഴുതിയാലും കുഴപ്പമില്ല. അലൻ, അങ്ങനെ ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്, ഐഡിയൽ ഡേ. അത് ഞാൻ നാളെ പറയാം. ഐഡിയൽ ഡേ എന്താണ്? അവസാനം ഞാൻ മരിക്കുമ്പോ, സോറി ഇന്റർനെറ്റ് സ്റ്റേബിളായി. ഓക്കെ, സോറി. അവസാനം ഐഡിയൽ ഡേ, അത് നാളെ ഞാൻ സംസാരിക്കാം. എന്റെ നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ. ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന് എല്ലാവരും ഇതായോ? അവരെല്ലാരും ബ്രേക്ക്ഔട്ട് ആയി. ഇന്ന് ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് വിട്ടപ്പോ പലർക്കും കയറാൻ പറ്റിയിട്ടില്ല സാറേ.
ഗീതാലക്ഷ്മി, സന്തോഷം, അവർക്കൊന്നും അതിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ആർക്കും പറ്റിയില്ല സാർ. നമ്മളതിലും പിന്നെ എന്തായിട്ടില്ല, സോമേട്ടനും കാര്യത്തിലും വന്നിട്ടില്ല സാറേ. സോമേട്ടൻ ആണോ? വന്നില്ല. ഓക്കെ രണ്ടാം ഓക്കെ. പ്രാവശ്യം വന്നു. ഏത്? എന്താ പറ്റിയത്? സോമേട്ടൻ വന്നപ്പോ ആർക്കെ സാർ ഇങ്ങനെ കുറച്ച് വന്നു. ദിവസമായിട്ട് നമ്മുടെ ഞാൻ ലാസ്റ്റ് ആണ് എത്തിയത് അവിടെ. ലാസ്റ്റ് ആണ് കറങ്ങി തിരിഞ്ഞ സോമേട്ടൻ വരുമ്പോഴേക്കും ആർക്കെ സാർ ഇങ്ങോട്ട് കഴിഞ്ഞില്ലേ? വന്നു. ഇപ്പം ബ്രേക്ക്ഔട്ട് റൂം ക്ലോസ് അല്ലേ സൈ സാറേ? ക്ലോസ് ആക്കി സാറേ. പകുതി പേര് ഇവിടെ വന്നു. ശരി ശരി ശരി. അപ്പൊ നമുക്ക് നാളെ എന്താണോ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളത് ഞാനൊന്ന് സൂം അതോറിറ്റി അവരുടെ ഒന്ന് ചാറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം. താങ്ക് യു. സന്തോഷ് കൗൾ സാറും ഗീതാലക്ഷ്മി മാമും ഉണ്ടായിരുന്നില്ല. അല്ല, സാധാരണ ഓട്ടോമാറ്റിക് ആയിട്ട് ഔട്ട് ആവുന്നതല്ലേ, ഇത് പതിവായിട്ടില്ല. അതുകൊണ്ട് പല ആൾക്കാരും ബ്രേക്ക്ഔട്ട് റൂം ഉണ്ടല്ലോ. വരുന്നുണ്ടല്ലോ ഇപ്പൊ. ഇപ്പൊ വരുന്നുണ്ടല്ലോ സാറേ. ഇപ്പൊ ക്ലോസ് ആക്കി. ഇപ്പൊ ക്ലോസ് ആക്കിയല്ലോ. ശരി ശരി. ജോസഫ് ജോൺ സാർ, എന്താ പറ്റിയ? എല്ലാരും അവിടെ എത്തിയില്ലല്ലേ? കിട്ടിയില്ലല്ലോ. എന്തോ സൂമിലെ ചെറിയൊരു അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം വന്നു. ചെറുതല്ല, ഇത്തിരി വലുതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം സൂം നല്ല പണി തരുന്നുണ്ട്. ചിലർക്ക് കോള് വന്നിട്ട് ജോയിൻ കൊടുത്തായിരുന്നു. എന്നിട്ട് പിന്നെ കേറാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പിന്നെ വരുന്നില്ല. എന്നിട്ട് ഞാൻ സന്തോഷിനെ വിളിച്ചു, ഉണ്ണിയേട്ടടുത്ത് കൊണ്ടുവന്നു, ഒന്നും ശരിയായില്ല. പിന്നെ എല്ലാരും പറഞ്ഞു ചായ വെക്കാന്ന്. ചായ വെക്കാൻ പോയി. ശരി ശരി ശരി. കൊറേ സമയം നോക്കി. അപ്പൊ എന്തായാലും ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് എല്ലാവരും 100-ലധികം നമ്പേഴ്സ് ഉണ്ടാവണം. 50 മിനിമം എല്ലാവരുടെയും എഴുതി ഉണ്ടാക്കും. ഇമേജ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇമേജ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ അതിൽ ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടാവണം. ഇപ്രാവശ്യം അധികം ഇമേജ് വെക്കണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാത്തിന്റെയും ഒരു തുടക്കം മുതൽ അവസാനം വരെ 8 സെഗ്മെന്റ്സിൽ ഉണ്ടാവണം. കരിയറിനെ കുറിച്ചിട്ടുള്ള ഷോർട്ട് ടൈം ഗോൾ, മിഡ് ടൈം ഗോൾ, ലോങ് ടൈം ഗോൾ. വിശദമായിട്ട് നാളെ ഒന്നുകൂടി കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. നന്ദി, നമസ്കാരം. സോറി ഫോർ ദ ഡിലേ. താങ്ക് യു. ഖാദർ ഭായ്, നിങ്ങളുടെ സൗണ്ടേ കേട്ടില്ല. ഖാദർ ഭായ്, താങ്ക് യു. ഷീബാജിക്ക് പിന്നെ പ്ലേസ് കിട്ടാത്തോണ്ട് ഖാദർബായുടെ കൂടെ പോകുന്നായിരുന്നു. അതെ അതെ അതെ, എവിടെ ഉണ്ട്. താങ്ക് യു താങ്ക് യു. എല്ലാ ഗ്രൂപ്പിലും ചായ കുടിച്ചിട്ടാ വന്നത്. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.